നബീസുമ്മയുടെ യാത്രയെ വിമർശിച്ച കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫിയെ പിന്തുണച്ച് സമസ്ത ഇ.കെ. വിഭാഗം മുഖപത്രം. സ്ത്രീകളുടെ യാത്രകളെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഇസ്ലാമിലുണ്ട്. ഇത്തരം നിബന്ധനകൾ വ്യക്തി സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി. അതേസമയം സംഘടിത സക്കാത്ത് വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും ലേഖനത്തിൽ വിമർശനമുണ്ട്. അനൽക്കയുണ്ട്. അനൽക്ക, നബീസുമ്മയ്ക്കെതിരായ ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവനയെ കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കം പിന്തുണച്ചിരുന്നു. ഇപ്പോൾ സമസ്തയുടെയും പിന്തുണ വരികയാണ്. വിവരങ്ങൾ ലക്ഷ്മി, ഈ ഇബ്രാഹിം സഖാഫിയുടെ നബീസുമ്മക്കെതിരെയുള്ള ഈ വിമർശനവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ സമസ്ത ഇ.കെ. വിഭാഗം മുഖപത്രത്തിലെ ലേഖനം വന്നിരിക്കുകയാണ്. അതായത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇബ്രാഹിം സഖാഫി സമസ്ത എ.പി. വിഭാഗത്തിന്റെ നേതാവാണ്. ഈ ഇബ്രാഹിം സഖാഫിയെ പിന്തുണച്ചുകൊണ്ടാണ് സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രം ഇന്ന് ഈ സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ വന്നിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള യാത്രയെ സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഇസ്ലാമിലുണ്ട്. അത് ഈ സ്ത്രീകളുടെ യാത്രയാണെങ്കിൽ പ്രത്യേകിച്ചും. ഇതേക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ അഅല മൗദൂദിയുടെ കൃതിയായിട്ടുള്ള പർദയിൽ ഇത് സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ടെന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഇസ്ലാമിൽ രൂപീകരിച്ചിട്ടുള്ളത് അവിടെ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ സമാധാനത്തിന് വേണ്ടിയാണ്. ഇത് സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചാനലിൽ നടന്ന ചർച്ച കാണുന്ന ഒരാൾക്ക് ശരാശരി മനസ്സിലാക്കാനാവുക സിവിലിയൻ വേഷത്തിലല്ലാതെ നടക്കുന്ന മതപണ്ഡിതരും പുരോഹിതരും പറയുന്നതൊന്നും ഇസ്ലാമിലുള്ളതല്ലെന്നും ഖുർആനും ഹദീസും മനഃപ്പാടമാക്കിയവരൊന്നും ഇസ്ലാമിക പണ്ഡിതരല്ലെന്നുമാണ് ഒരു വിമർശനമാണ് ഇതിലൂടെ ഉന്നയിക്കുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾ യാത്ര ചെയ്യാത്തവരാൽ യാത്ര ചെയ്യുന്നതിൽ വിലക്കുകൾ അനുഭവിക്കുന്നവരല്ല. കാലാകാലങ്ങളായി ആരാധനയ്ക്കും അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിനുമായി വിവിധ ദേശങ്ങളിൽ സഞ്ചരിച്ച സ്ത്രീകൾ ഇസ്ലാമിന്റെ ആദ്യകാലം മുതൽക്കേ ഉണ്ടായിട്ടുണ്ടെന്നൊരു കാര്യം ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ യാത്ര ഏത് വിധത്തിലുള്ളതായിരിക്കണമെന്നും അതിന്റെ മര്യാദകൾ എന്തെന്നും ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതാവട്ടെ യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമവും ഇസ്ലാമിൽ കൊണ്ടുവന്നതെന്ന കാര്യമാണ് ഈ സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഈ സമസ്ത ഇ.കെ. വിഭാഗം തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ സമസ്ത എ.പി. വിഭാഗമാണ് സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം വിമർശനം ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് എന്നൊരു, അതായത് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മമാണത്. അതിന് ജീവകാരുണ്യ പ്രവർത്തനമായി